ഹായ് സുഹൃത്തുക്കളെ, ഒട്ടുമിക്ക ആൾക്കാർക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകിട്ടും ഒക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ആലു പറാത്ത. പക്ഷെ ആലു പറാത്ത എന്ന് പറയുമ്പോൾ കുഴച്ചെടുക്കുന്നതൊക്കെ ബുദ്ധിമുട്ടോർക്ക് മിക്ക ആൾക്കാരും അത് ഉണ്ടാക്കാറില്ല. അത് ഇഷ്ടപ്പെടാനുള്ള കാര്യം തന്നെ ചപ്പാത്തി സാധാരണ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അത് കഴിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരാം. ചില പ്രായമുള്ളവർക്കൊക്കെ അത് ചവിക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് വരാം. അപ്പൊ ഈ ആലു പറാത്ത എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആണ്. പിന്നെ പ്രത്യേകിച്ച് അതിന് കറികളൊന്നും ആവശ്യം വരത്തില്ല. അതുകൊണ്ടൊക്കെ ആലു പറാത്ത എല്ലാവർക്കും ഇഷ്ടമാണ്. കാര്യം നല്ല ടേസ്റ്റുമാണല്ലോ. അപ്പൊ ഇന്ന് ഞാൻ ആലു പറാത്ത ഉണ്ടാക്കുന്നത് നമുക്ക് കുഴയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ അതിനു വേണ്ടി 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് നെയ്യ് ഇഷ്ടമില്ലാത്തവർ എടുക്കേണ്ട കാര്യമില്ല. എനിക്ക് നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാനത് ചെയ്തത്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ച്. ഞാൻ ഇതേപോലെ കലക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴയ്ക്കേണ്ട കാര്യമില്ല. ഇതേപോലെ ഞാൻ കലക്കി എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമായിട്ടുള്ളത് പൊട്ടറ്റോ ആണ്. ഞാൻ പുഴുങ്ങി ഇതുപോലെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനെ തീരെ ചെറുതായിട്ട് നമുക്കൊന്ന് ഇതാക്കിയെടുക്കണം, ഉടച്ചെടുക്കണം. ഇതുപോലത്തെ ഒരു തവി ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രേറ്റർ വെച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. പൊട്ടറ്റോ എല്ലാം ഉടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ട ചെറിയൊരു സവാള തീരെ പൊടിയായിട്ട് അരിഞ്ഞെടുത്താണ്, കണ്ടോ. പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി, അല്പം കറിവേപ്പില. നിങ്ങൾക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്ന് വരില്ല, അത് ഇട്ടാൽ മതി. ഞാൻ കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത്. ഒരു പച്ചമുളക്, എല്ലാം ചെറുതായിട്ട് പൊടി പൊടിയായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ഇതിലേക്കിടാം. കൂട്ടത്തിൽ തന്നെ അല്പം മഞ്ഞൾപ്പൊടി, ഇത്ര വലിയ ജീരകം, പെരിയ ജീരകം, അതായത് മസാലയ്ക്കൊക്കെ എടുക്കുന്ന ജീരകം, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഇതേപോലെ കുഴച്ചെടുക്കാം, മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം കൂടി ഇപ്പം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കലക്കി വെച്ച മാവിലേക്ക് ഇടാണ്. ഇത് രണ്ടും കൂടെ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ശരിക്കും നമ്മുടെ ആ പൊട്ടറ്റോ മിക്സ് ഇതിനകത്തൊന്ന് ലയിച്ച് തരണേ. അപ്പൊ ഇത് നല്ലതുപോലെ ഈ മിക്സില് ആയിട്ടുണ്ട്. പക്ഷെങ്കില് നല്ല കുറുകിയ ബാറ്ററാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനെ ഒന്ന് ലൂസ് ആക്കണം. നമുക്ക് ദോശമാവിനൊക്കെ എടുക്കുന്ന രീതി വേണേ. ഇതേപോലെ കലക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉപ്പൊക്കെ ഈ സമയത്ത് നോക്കാം. ഉപ്പില്ലെന്ന് വരി കറക്റ്റിന് ഉപ്പിടണം കേട്ടോ. ഇതിപ്പോ ദോശമാവിന്റെ പരുവത്തിലാണ് ആയിരിക്കുന്നത്. ഞാനിത് ഉണ്ടാക്കാൻ പോകുന്ന ചപ്പാത്തി മേക്കറിലാണ്. സാധാരണ എല്ലാവരും ചപ്പാത്തി മേക്കർ ഉള്ളവരൊക്കെ പറയും വെറുതെ ഒരു യൂസും ഇല്ല, ചപ്പാത്തി ഉണ്ടാക്കിയ ശരിയാകുന്നില്ല, വെറുതെ അവിടെ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ എനിക്കിത് ഒത്തിരി യൂസ്ഫുൾ ആണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കാം. അതുകൂടാതെ ദോശ, വെള്ളയപ്പം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിലാണ് ചെയ്യുന്നത്. വീട്ടിൽ സോളാർ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് ആ കിട്ടുന്ന കറണ്ട് എല്ലാം ഇപ്പം നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. നമുക്ക് അതിൽ നിന്നും വരുന്ന ലാഭം എന്ന് പറഞ്ഞാൽ ഇപ്പം ഗ്യാസ് കൊണ്ട് ചെയ്യേണ്ടതായിട്ടുള്ള, ഗ്യാസ് വെക്കേണ്ടതായിട്ടുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കുറച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാന്നുള്ളതാണ്. എന്റെ ചപ്പാത്തി ഉണ്ടാക്കുന്ന തവ അല്ലെ ദോശ ഉണ്ടാക്കുന്ന തവയൊക്കെ ഗ്യാസ് അടുപ്പിൽ തന്നെ വെക്കേണ്ടതാണ്. ഇൻഡക്ഷനിലൊന്നും അത് പറ്റുന്നില്ല. അപ്പൊ ഞാൻ ചെയ്യുന്നത് അത് മാക്സിമം ഒഴിവാക്കിക്കൊണ്ട്, നമുക്ക് ഒരു സിലിണ്ടറിനായാലും നല്ല റേറ്റ് ആണ് ഇപ്പം. അപ്പൊ മാക്സിമം അത് ഒഴിവാക്കിക്കൊണ്ട് ഞാൻ കൂടുതലും ഇതുപോലുള്ള കാര്യങ്ങളാണ്, ഇൻഡക്ഷൻ കുക്കർ, ചപ്പാത്തി മേക്കർ, ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത്.
കണ്ടോ പൊങ്ങി വരുന്നുണ്ട്. ഞാൻ കുറച്ച് നെയ്യ് കൂടി തൂക്കുവാണേ. നിങ്ങൾക്ക് വേണമെന്ന് വരി ഇങ്ങനെ ചെയ്താൽ മതി. എനിക്ക് അത് ഇഷ്ടമാണ്, അതുകൊണ്ടാണ്, എനിക്ക് നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. കണ്ടോ ചിലർ ചോദിക്കാൻ ഇത് ദോശ പോലെ തന്നെയാണല്ലോ എന്ന്. ദോശ പോലെയല്ല. ദോശയാണെങ്കിൽ ഇതേപോലെ ഇങ്ങനെ കുടുന്നു വരുമോ? ഇല്ലല്ലോ. ചപ്പാത്തി അല്ലേ സാധാരണ ഇതേപോലെ ഇങ്ങനെ വരുന്നത്. ഇതേപോലെ ബാക്കി കൂടി ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ തവയിലും ഉണ്ടാക്കുന്നുണ്ടായിരുന്നേ. കണ്ടോ ആലു പൊറോട്ട എല്ലാം റെഡി ആയിട്ടുണ്ട്. ഈ ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ആലു പൊറോട്ട കഴിക്കണമെന്ന് വരി ഈ രീതിയിൽ ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അപ്പൊ ഞാന് ഇതേപോലെ ചപ്പാത്തി മേക്കറിൽ ഉണ്ടാക്കി കാണിച്ചു. ഞാൻ തവയിലും കാണിച്ചല്ലോ, തവയിലും ഉണ്ടാക്കാവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം ഏതാണോ അപ്രകാരം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും. നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരി മാത്രം മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഞാൻ പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നത്.